കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആ ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാണാനായിട്ടിരിക്കുന്നത് നോക്കണ്ടേ. നമുക്കങ്ങനെ കിഴക്കേ നടയിൽ പോയിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. അതിനുശേഷം നമ്മൾ നേരെ അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് തൊഴാനായിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്ത് വന്നിട്ട് നോക്കാം. അവിടെയും തൊഴുത് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു വലിയ ബലിക്കല്ലിൻ്റെ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവിയുടെ ആ ചിത്രമൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ആ മേൽപ്പത്തൂരിൻ്റെ പീഠം കണ്ട് ഇടതുവശത്തുള്ള പീഠം കണ്ട് തൊഴാം. വലതുവശത്ത് ആദ്യത്തെ തൂണും നോക്കിയിട്ട് തൊഴുക. അതിനുശേഷം നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, നന്നായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട് അതിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കാൽവളകൾ കാണാണ്ട് അങ്ങനെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണി കാണാനുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ നല്ല കുഞ്ഞുമ്പയാണ്, ചെറിയ കുമ്പ ഇങ്ങനെ വീർത്തിട്ടുണ്ട്. നേദ്യമൊക്കെ കഴിച്ചിട്ട് യശോദാമ്മ നല്ല വെണ്ണയും നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ 3 മാലകളുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കാതിലിങ്ങനെ ഓരോ ഗോപീതിലകം വെച്ചെന്ന് ചെവിപ്പൂക്കൾക്ക് പകരം. പിന്നെ പൊന്നിൻ്റെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 കൈ കൊണ്ടും കൂടി പൊന്നോടക്കുഴലുണ്ട്. പൊന്നോടക്കുഴലിങ്ങനെ ചുണ്ടോടടുപ്പിച്ച് വേണുഗാനം പൊഴിക്കുകയാണ്. എല്ലാവരും ആ ഒരു ഗാനത്തിലിങ്ങനെ ആറാടിച്ച് മതിമയക്കുകയാണ് ആ മായക്കണ്ണനെ. എല്ലാവരും ആ ഒരു എന്താ പറയുക നാദത്തിലിങ്ങനെ മയങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ആ വേണുഗാനം ഇങ്ങനെ പൊഴിക്കുകയാണ്. എന്തൊരു ചിരിയാണെന്നറിയാം, നല്ല ചിരിയ. ഒരു 2-3 വയസ്സ് വരെ തോന്നുള്ളൂ, അത്ര ചെറിയ കുട്ടിയാണ്. നല്ല രസമാണ്. ബാലത്വം നന്നായിട്ട് കാണാണ്ട് നല്ല രസമായി മനോഹരമായിട്ടുള്ള അലങ്കാരമാണ് കളഭാലങ്കാരം. പിന്നെ തിരുമുടി പീലിങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, തിരുമുടി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 തിരുമുടി മാലകളുണ്ട്. വെളുത്ത പൂവുണ്ട്, തുളസിയുണ്ട്, തെച്ചിയും അതേപോലെ തന്നെ 2 അതേപോലെ ഉണ്ടമാലകൾ 2 നല്ല വലുപ്പത്തിലുണ്ട്. അതും അതേപോലെ വെളുത്ത പൂവുണ്ട്, തുളസിയുണ്ട്, പിന്നെ 1 തെച്ചിയും തുളസിയും അങ്ങനെ ആയിട്ടുണ്ട്. 2 വലിയ കട്ടിയുള്ള മാലകളാണ്. പിന്നെ വിധാനമായിട്ട് മുകളിൽ 5 മാലകളുണ്ട്. അതൊക്കെ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട തുളസി തന്നെയാണ്. അതൊക്കെ നല്ല കട്ടിയിലിങ്ങനെ മുകളിലിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആകെ നല്ല ആ മുരളീധര സ്വരൂപം, വേണുഗോപാല സ്വരൂപത്തിലാണ് ഇന്നത്തെ ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ അലങ്കാരം. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാമെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ ഒരു സങ്കല്പം മനസ്സിലുണ്ടാവുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തേക്ക് നോക്കി തൊഴുന്നതായിട്ട് സങ്കല്പിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ മുരളീധര സ്വരൂപത്തെ, ആ നാരായണ സ്വരൂപത്തെ കണ്ട് വന്ദിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ അനുഗ്രഹം നമ്മളിലേക്ക് ഇങ്ങനെ കോരിച്ചൊരിയും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ആ നാരായണൻ, ആ മുരളീധരൻ നമുക്ക് തരും. അങ്ങനെ നമ്മൾ തൊഴുത് അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുക. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴുക. അതേപോലെ തിരിഞ്ഞു നിന്നാൽ ആ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. കുറച്ചൊക്കെ തിരക്കുണ്ട് അവിടെയൊക്കെ. ഇന്നലെ നല്ല സുഖമായിരുന്നു, ഇന്നിപ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ അവിടെ വന്ന് ഗണേശനെ ഒന്ന് കാണാം. ഗണേശനെ അവിടെ ഒന്നും കണ്ണൻ്റെ ഒരു ഇതിൽ തന്നെയാണ്. പീലിയൊക്കെ വെച്ചിട്ടുണ്ട്, അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. കൊമ്പും തുമ്പി കൈയൊക്കെ ആയിട്ട് നന്നായിട്ട് രസമായിട്ട് തന്നെയാണ്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ. ഒരു
പട്ട് അതായത് പാവുണ്ട് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലൊരു ചുവന്ന അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള അലങ്കാരം. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കുക. ആ കടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. ഇത് 2 മാലകളാണുള്ളത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് ഗണേശനെ ഏത്തൊക്കെ ഇട്ട് നമ്മളവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലുള്ള ഗണേശനെ കാണാം. ചെറിയ ഗണേശനെ തൊട്ട് തലോടാം. അതേപോലെ അതിൻ്റെ അപ്പുറത്ത് മായാദേവിയും പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ നോക്കി തൊഴുത് അങ്ങനെ വരുമ്പോൾ മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്, കപ്രമാരാത്ത് അച്യുതമ്പുരിപ്പാട്. അപ്പോൾ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ പിന്നെ വാമന രൂപവും ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരാം. അവിടെ വരുമ്പോൾ ഇന്നും ധാരാളം പൂക്കളൊക്കെ ഉണ്ട്. താമര മാല കാണാനുണ്ട്, തുളസി മാലകൾ ധാരാളം ഉണ്ട്. മുകളിൽ വിധാനമായിട്ടുണ്ട്. വെളുത്ത പൂവ്, മുല്ലപ്പൂ കൊണ്ടുള്ള മാലകളുണ്ട്. അപ്പോൾ അവിടെ തൊഴാം. അതിന് ശേഷം നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. ആ നമസ്കാരം കഴിഞ്ഞ് അവിടുന്ന് എണീച്ച് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അങ്ങനെ കണ്ടു വരുന്ന മുരുകനെ കാണാം, കണ്ണനെ കാണാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഇന്ന് ഒരു വെറ്റിലമാല ചെറുതൊന്നുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട് കേട്ടോ. അപ്പോൾ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ വന്ദിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് പിന്നെ നമ്മൾ ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അപ്പുറത്ത് പടിഞ്ഞാറേക്ക് ഭാഗത്തേക്ക് നിന്നാൽ താമരക്കണ്ണനെ കണ്ട് തൊഴാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. പിന്നെ അവിടുന്ന് തന്നെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം നോക്കാം. കൊടിമരത്തിനെ നോക്കി തൊഴാം. പിന്നീട് നേരെ നമ്മൾ കിഴക്കത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മണിക്കിണറും അതേപോലെ കണ്ണൻ്റെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനി നാരദരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തിറങ്ങിയ ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയെ കാണാനായിട്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. ഇന്നും ഗോളകയാണ് ഭഗവതി. പിന്നെ നേരെ നല്ല പൂക്കളുണ്ട്. തെച്ചിപ്പൂ കൊണ്ട് മാലയുണ്ട്, തുളസിപ്പൂ കൊണ്ട് മാലയുണ്ട്. അർച്ചനപ്പൂക്കൾ ധാരാളം ഉണ്ട് കേട്ടോ. അർച്ചന നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അമ്മേനെ പ്രാർത്ഥിച്ചോളൂ, കണ്ട് തൊഴുതോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മേനെ കണ്ട് തൊഴുത് നമ്മൾ ആ കോർണറിലെത്തിയാലൊന്ന് തിരിഞ്ഞിട്ട് മമ്മിയൂർക്ക് നോക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ മമ്മിയൂർ പോയി തൊഴുത പോലെയാവും. അതിനുശേഷം നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വരിക. വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മുരളീധര സ്വരൂപത്തെ ഒന്നുകൂടി കാണാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നമസ്കരിച്ച് പിന്നെ നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ കിടാവിളക്ക് കാണാം. അവിടെയും പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോഴോ അവിടെ ഇന്ന് തിരക്കിച്ചാൽ കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാലും നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ കിരീടമൊക്കെ ആയിട്ടുണ്ട്. മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് അലങ്കരിച്ച് വരുന്നു. പിന്നെ വലിയൊരു മാല ചാർത്തിയിട്ടുണ്ട് സ്വർണത്തിൻ്റെ. പിന്നെ പാവുമുണ്ടുകൊണ്ട് ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്.
അതാണ് ഇപ്പം ഇന്നത്തെ അയ്യപ്പൻ്റെ അവിടുത്തെ. അപ്പം അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിൽ വന്ന് ആ വേണുഗോപാല സ്വരൂപം കാണാം, ആ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ. അതൊന്ന് കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ആ കുളത്തിലുള്ള നടുക്കിലുള്ള ആ കാളിയമർദ്ദന രൂപത്തെ കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴാം. പിന്നെ നേരെ വന്ന് ലക്ഷ്മി ഹാളിൻ്റെ നടുക്ക് കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാരായണാലയത്ത് കാണാം. അവിടെ കയറിയിട്ട് പൂന്താനം പൂജിച്ച വിഗ്രഹവും ഒക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ ഭഗവതിയുടെ അവിടെ ഒന്നും കൂടി തൊഴാം. പിന്നെ നേരെ നമ്മൾ ആ വലിയ ദീപസ്തംഭം കിഴക്കേ നടയിലുള്ള അവിടെ വന്നിട്ട് ഒന്നും കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ വെളിച്ചം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ മുരളീധര സ്വരൂപത്തെ നമ്മളൊന്നുകൂടി കണ്ടു തൊഴാം. പിന്നീട് നേരെ വന്ന് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനെയും പാർവതീ ദേവീനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ തൊഴുതു വന്നു, അത് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ മനസ്സുകൊണ്ട് തൊഴുകയാണ്. അപ്പോൾ ആ കണ്ടത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മനസ്സാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളും എൻ്റെ കൂടെ വരിക. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ചേർന്ന് വീണ്ടും തൊഴുന്ന പോലെയാണ്. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതേപോലെ ഓരോ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോഴും അതൊക്കെ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ആവർത്തിക്കുമ്പോൾ അവരെ എന്താ പറയുക, സ്തുതിക്കുകയാണ്. അപ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരില്ലല്ലോ, എത്ര ഏറിയെന്ന് ഒരിക്കലും വരില്ല. ഭഗവാനെ സ്തുതിക്കുന്നത് ഒരിക്കലും ഏറിയെന്ന് ആരും പറയില്ല. അതാണ് നമ്മളെക്കൊണ്ട് എത്ര നാമം ചൊല്ലാൻ പറ്റുന്നോ, എത്ര നാമം എഴുതാൻ പറ്റുന്നോ അത്ര കണ്ട് നല്ലതാണ്. നമ്മളൊക്കെ കേട്ട കഥ തന്നെയാണ് എന്ന് പറയുന്നത്. ദാമോദരൻ്റെ, അതായത് ഒരു ദിവസം യശോദാമ്മ തൈര് കടയായിരുന്നു. അപ്പോൾ കണ്ണൻ പാലിന് വേണ്ടി അടുത്തേക്ക് വന്നു. അമ്മ, എനിക്ക് പാല് തരാതിരുന്നത് എന്താണ്, എന്നെ മറന്നുപോയോ, ഇങ്ങനെ ചോദിച്ച് കണ്ണൻ അമ്മയുടെ മടയിൽ കയറിയിരുന്നു. യശോദാമ്മ സന്തോഷപൂർവ്വം മകന് പാല് കൊടുത്തു. ഇതിനിടയിൽ അടുപ്പത്ത് വെച്ച പാല് പതഞ്ഞു തൂവാറായി. അതിനാൽ അമ്മ മകനെ താഴെ വെച്ച് വേഗം അകത്തേക്ക് പോയി. അത് മകന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ കോപിച്ച് അകലെയുണ്ടായിരുന്ന ഒരു അമ്മിക്കല്ലെടുത്ത് കലത്തിൻ്റെ മേലേക്ക് ഒരൊറ്റയേറ്. കലം നുറുങ്ങിപ്പോയി. തൈര് മുഴുവൻ നിലത്തേക്ക് പരന്നു. കൃഷ്ണൻ അതിൻ്റെ മീതെയുള്ള വെണ്ണയെടുത്ത് ഒരു കോണിൽ പോയിരുന്നു. തിളയ്ക്കുന്ന പാൽ തണുപ്പിച്ച ശേഷം അമ്മ വന്നു നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് കണ്ടേ. ഈ പണി ചെയ്തു വെച്ചിട്ട് കണ്ണൻ എവിടെ പോയി? യശോദാമ്മ മകനെ തിരഞ്ഞു നടന്നു. അതാ കണ്ണൻ ഒരു കോണിലുള്ള ഉരുളിന്മേൽ കയറിയിരിക്കുന്നു, വെണ്ണ കഴിക്കുക. ഇടയ്ക്കിടെ കുറേശ്ശെ പൂച്ചയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കോപിച്ച് ചുവരിലുമായി അടുത്ത് വരുന്ന അമ്മയെ കണ്ടത് കണ്ണനെ. ഉടനെ തന്നെ എഴുന്നേറ്റ് ഓടാൻ തോന്നി. പിന്നാലെ അമ്മയും കുറച്ച് ദൂരം ഓടിയപ്പോൾ കണ്ണൻ അമ്മയുടെ പിടിയിലായി. കോപം മൂത്ത അമ്മ മകനെ അടിക്കാൻ നോക്കി. അപ്പോൾ അവന് അച്ഛനെ വിളിച്ച് കരയാൻ തുടങ്ങി. അത് കണ്ട യശോദ വിചാരിച്ചു, ചെറിയ കുട്ടിയല്ലേ, തല്ലണ്ട, പേടിപ്പിച്ചാൽ മതിയെന്ന്. അതിന് പിടിച്ച് കെട്ടുകയാണ് നല്ലത്. അമ്മ മകനെ അടുത്തുള്ള ഉരുളോട് ചേർത്ത് ഒരു കയറ് കൊണ്ട് കെട്ടാൻ നോക്കി. എന്നാൽ കയറിന് അല്പം ഒരു നീളക്കുറവ്. അതിനാൽ മറ്റൊന്നെടുത്ത് ഏച്ച് കെട്ടി. അപ്പോഴും വീണ്ടും കെട്ടാൻ തികയണില്ല. വീണ്ടും മറ്റൊന്ന് കെട്ടി. എന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എങ്ങനെ കെട്ടിയാലും നീളം മതിയാവണില്ല. അങ്ങനെ വീണ്ടും വീണ്ടും കെട്ടി നോക്കി. പക്ഷെ നീളം തികയുന്നേ ഇല്ല. ആ വീട്ടിലെ കയറെല്ലാം തീർന്നു. പിന്നീട് അടുത്ത വീടുകളിൽ നിന്നും കൊണ്ടുപോകുന്നു. അതെല്ലാം കെട്ടി നോക്കി. എന്നിട്ടും മതിയാവില്ല. ചുറ്റുമുള്ളവരെല്ലാം ആശ്ചര്യത്തോടെ നോക്കി നിന്നു. യശോദയ്ക്കാകട്ടെ കൈകാല് തളർന്നു, ശരീരം ക്ഷീണിച്ചു. ആകെ കൂടി അവർ വല്ലാതെ പരവശയായി. അമ്മയുടെ ദീനത കണ്ടപ്പോൾ കണ്ണന് അലിവ് തോന്നി. അതിനാൽ വഴങ്ങിക്കൊടുത്തു. അപ്പോൾ മകനെ യശോദാമ്മ ഉരലോട് ചേർത്ത് കെട്ടി. പിന്നെ അവിടെ ഒന്നുമില്ല, ആ ഉരലും വെച്ചും കൊണ്ട് കണ്ണൻ നടക്കാൻ തുടങ്ങി. കുറേ നേരം ചെന്നപ്പോൾ ഇരുട്ടായി നിൽക്കുന്ന
2 നീർമരുത് മരങ്ങൾ കണ്ടു. ഇവ ശരിക്കുള്ള മരങ്ങളായിരുന്നില്ല. കുബേരൻ്റെ 2 പുത്രന്മാർ നാരദ മഹർഷിയുടെ ശാപത്താൽ ഇങ്ങനെ മരങ്ങളായി തീർന്നതാണ് എന്നും കണ്ണനറിയാലോ. കണ്ണൻ ഉരലും വലിച്ചു വരുന്ന സമയത്ത് മരങ്ങളുടെ അടുത്തെത്തി. അവയുടെ ഇടയിൽ കൂടിയാണ് ഉരൽ വലിച്ചു നടന്നത്. അതിനാൽ ഉരൽ വിലങ്ങനെ വീണു. മുന്നോട്ട് പോകാൻ ഉരൽ ശക്തിയായി വലിച്ചപ്പോൾ മരങ്ങൾ മറിഞ്ഞു വീണു. അവയുടെ സ്ഥാനത്ത് 2 തേജസ്വികളായ ദേവന്മാർ പ്രത്യക്ഷമായി. അതോടുകൂടി അവർക്ക് ശാപമോക്ഷം ലഭിച്ചു. അങ്ങനെ സന്തുഷ്ടരായ ദേവന്മാരെ കണ്ണനെ സ്തുതിച്ച ശേഷം ദേവലോകത്തേക്ക് പോയി. ചെറിയ കഥയാണ്, ദാമോദരൻ്റെ ലീലകൾ. അപ്പോൾ കേട്ടിട്ടുണ്ടാവാം, എന്നാലും നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് നാരായണീയം വായിക്കാം. നാരായണീയം 2-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകമാണ്. കേയൂരാംഗദകങ്കണോത്തമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്സങ്കദഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചനകാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബനീമാലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. കേയൂരാംഗദകങ്കണോത്തമമഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്സ്കന്ധശങ്കാന്തി പങ്കേരുഹം. കേയൂരങ്ങൾ, അംഗദങ്ങൾ, ശ്രേഷ്ഠങ്ങളായ മറ്റു വളകൾ, വിലയേറിയ വലിയ രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ, ഇവയാൽ അടയാളപ്പെട്ട ഭംഗിയേറിയ 4 തൃക്കൈകളിലെടുത്തിരിക്കുന്ന ഗദ, ശംഖ്, ചക്രം, താമരപ്പൂവ് ഇവയെക്കൊണ്ട് ശോഭിക്കുന്നതും, കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം വിമലാംബുജദ്യുതിപദാം പൊന്നരഞ്ഞാണം കൊണ്ട് അലങ്കൃതമായി വിലസുന്ന മഞ്ഞ പട്ടുടയാട ചാർത്തിയതും, നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്ന തൃപ്പാദങ്ങളോട് കൂടിയതും, ആർത്തിച്ഛിതം ദുഃഖത്തെ ഉന്മൂലനം ചെയ്യുന്നതും, കാഞ്ചിത് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനാവാത്ത മഹിമയേറിയതുമായ തവ നിന്തിരുവടിയുടെ മൂർത്തിയും അഹം ആലംബേ സ്വരൂപത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. കേയൂരം, അംഗദം, അങ്കുലീയം ഇവ ചുമലിൽ നിന്നും തുടങ്ങി ക്രമത്തിൽ വിരലോളം വ്യാപിക്കുന്ന ഹസ്താഭരണങ്ങളാകുന്നു. സ്ഥാനഭേദവും രൂപഭേദവും നിമിത്തം കേയൂരവും അംഗദവും ഭിന്നങ്ങളാകുന്നു. അംഗദത്തിനെ പരുത്തിക്കാമണി എന്ന് ഭാഷാപദം കാണുന്നുണ്ട്. ഇവിടെ 2 പദ്യങ്ങളെക്കൊണ്ട് പൊതുവിൽ ഭഗവത് സ്വരൂപം പൂർവ്വധവും ഉത്തരാർദ്ധവുമായി വേർതിരിച്ച് കേശാദിപാദാന്തം വിവരിച്ച് ആർത്തിച്ഛിതമെന്ന വിശേഷണത്താൽ സൂചിപ്പിക്കുന്ന താപത്രയനാശത്തിനു ത്രിദുപരം ഭജേ തവ മൂർത്തി ആലംബേ എന്ന് ഉപസംഹരിച്ചു കാണുന്നു. ഈ 2 പദ്യങ്ങളും വിശിഷ്യ ഭഗവത് സ്വരൂപധ്യാനത്തിനുത്തമമാണെന്ന് കരുതി ഭക്തജനങ്ങൾ ധ്യാനശ്ലോകങ്ങളായി ഇവ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഭാഗവതത്തിൽ കപിലമൂർത്തിയായ ഭഗവാൻ അമ്മയായ ദേവഹൂതിക്കും നാരദ മഹർഷി ബാലനായ ധ്രുവനും ഉപദേശം നൽകുന്ന സന്ദർഭങ്ങളിൽ ഈ ദൃശ്യമായ കേശാദിപാദവർണ്ണനം സംബന്ധിച്ച് കാണുന്നതിനാൽ ഈ രൂപവർണ്ണനം ശരിക്കും പുരാണ രീതിയിലാണെന്ന് മനസ്സിലാക്കാം. കേയൂരം, അംഗദം എന്നിങ്ങനെയുള്ള തോൾവളകളും ഉത്തമങ്ങളായ കൈവളകളാലും ദിവ്യരത്നങ്ങൾ പതിച്ച അങ്കുലീയങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന 4 തൃക്കൈകളിലും കൗമോദകി എന്ന ഗദ, പാഞ്ചജന്യം എന്ന ശംഖ്, സുദർശനചക്രം, ചെന്താമരപ്പൂവ് എന്നിവ ധരിച്ച് മനോഹരമായ ചെന്താമരപ്പൂവിൻ്റെ കാന്തിയെ വെല്ലുന്ന തൃക്കാലടികളോടും കൂടി സന്താപനാശകരായി അനിർവചനീയമായ തേജസ്സോടെ വാണരുളുന്ന അങ്ങയുടെ ദിവ്യ ശരീരത്തെ തന്നെ ഏക ആശ്രയമായി കരുതി ഞാൻ ഭജിക്കുന്നു. ശരണം പ്രാപിക്കുന്നു. ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പനെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കാം.
ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.